ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഈസി വെജിറ്റബിൾ കുറുമേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ സവാള, പിന്നെ കുറച്ച് ക്യാരറ്റും, പിന്നെ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്, ഒരു കപ്പ്. അപ്പോൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇത് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ. വേറെ പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ മിക്സീൻ്റെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളെ വെജിറ്റബിളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 വിസിൽ കറക്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാൽ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങേൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൂസാക്കാം. പിന്നെ ഒരു മസാലപ്പൊടി ഞാൻ ഒന്നും ചേർക്കുന്നില്ല. പെപ്പറും ഗരം മസാലയും ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പറും ഗരം മസാലയെങ്കിലും ഇട്ട് കൊടുക്കാം. കാരണം ഞാൻ പച്ചമുളക് ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. 4 പച്ചമുളക് ഇട്ടിട്ട്. അപ്പോൾ വേറെ ഒരു മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് കുറവായിരുന്നു. ഇനി ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടീന്. നല്ല രസമുണ്ടായിരുന്നു. ചപ്പാത്തീൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഓയിലും മസാലപ്പൊടികളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസിലോട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായി വരുന്നവരെ ബായ്.